വിധങ്ങളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ എത്ര സ്തുതിച്ചാലും ദൈവമേ ആ നടത്തിയ അനുഭവം, ആ കഷ്ടത എന്റെ ജീവിതത്തിൽ വന്നത് നന്നായി, അതെന്നെ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തുവാൻ, കർത്താവിന് ഹല്ലേലൂയ ഹിതമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കുവാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ നാം വായിച്ച ഹല്ലേലൂയ ഈ ആനന്ദ തൈലം, ഈ അഭിഷേക തൈലം കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ആനന്ദ തൈലം പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ദുഃഖത്തെ ഹല്ലേലൂയ റീപ്ലേസ് ചെയ്യുന്ന ഒന്നാണ്. വായിക്കാം യെശയ്യാവിന്റെ 61 അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചാൽ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിശുദ്ധ മനസ്സിന് സ്തുതി എന്ന മേലാടയും കൊടുക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. മതി. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും ഹല്ലേലൂയ നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വിചാരിക്കും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ പ്രയാസങ്ങളെ എന്നും അതൊരു ദുഃഖമായി മാത്രം ഹല്ലേലൂയ തീരുവെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇതൊക്കെ മാറുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ദുഃഖങ്ങളെയൊക്കെ മാറ്റി അവനൊരു ആനന്ദ തൈലത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കർത്താവ് മാറ്റുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പലപ്പോഴും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും അനുഭവത്തിലൊക്കെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് എനിക്ക് എന്നും ഈ ദുഃഖം മാത്രമേ ഉള്ളൂ, എല്ലാ ദിവസവും എനിക്ക് പ്രയാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഹല്ലേലൂയ നാം വായിച്ച സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്: ഹല്ലേലൂയ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ല ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമുക്കറിയാം ഈ തൈലം ഹല്ലേലൂയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന തൈലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്, തൈലമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ തന്നെ 9:5 മുതൽ വായിക്കാം. 2 രാജാക്കന്മാർ 9:5. പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ട് നായക എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ട് എന്ന് അവൻ പറഞ്ഞതിന് ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹൂ ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു. അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞത് എന്തെന്നാൽ: ഇസ്രായേലിൻ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അതെ, അവിടെ പ്രകാരമാണ് കാണുന്നത്. യേഹൂവിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എലീശ പ്രവാചകൻ ഹല്ലേലൂയ തന്റെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി ഹല്ലേലൂയ യേഹൂവിനെ രാജാവായി അഭിഷേകം ചെയ്യണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നാം കാണുന്നത്. അവിടെ നോക്കിക്കേ, ഹല്ലേലൂയ താൻ ഇരിക്കുന്നത് തന്റെ കൂട്ടുകാരുടെ ഇടയിലാണ്. ഹല്ലേലൂയ